വരുന്ന വാർത്തകളൊക്കെ തന്നെ ഒരിക്കലും യോജിക്കാൻ സാധിക്കുന്നതല്ല. പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസുണ്ട്, അവിടെ വരാം. പത്രത്തിൽ വാർത്ത കൊടുക്കുന്നതും സമൂഹമതിൽ പോഷിടുന്നതും നല്ല നടപടിയല്ല. ഇടുക്കി നെടുങ്കണ്ടത്ത് വീടിന് മുകളിലേക്ക് ടോറസ് ലോറി മറിഞ്ഞു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. താന്നിമൂട് സ്വദേശി അബ്ദുൾ റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്നും മെറ്റലുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കയറ്റത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പിന്നോട്ട് ഉരുളുകയായിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ പറയും. ഇന്ന് രാവിലെ 10 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. നെടുങ്കണ്ടം താന്നിമൂടിലാണ് അപകടമുണ്ടായത്. ഈ കുത്തുകയറ്റം കയറുന്നതിനിടെ ടോറസ് ലോറി നിയന്ത്രണം വിട്ട് പിന്നോട്ടേക്ക് ഉരുളുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞു. റോഡിന്റെ വശത്തായി ഉണ്ടായിരുന്ന വീടിന് മുകളിലേക്കാണ് ഈ ലോറി മറിഞ്ഞത്. അതായത് താന്നിമൂട് സ്വദേശി അബ്ദുൾ റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിയുന്നത്. ഈ വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ വാസ്തവികമില്ലാത്തൊരവസ്ഥയിലേക്ക് വീട് മാറിയിട്ടുണ്ട്. റോഡ് പണിക്കായി തമിഴ്നാട്ടിൽ നിന്ന് മിറ്റിലുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽ പ്പെട്ടത്. 15 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളതായാണ് വീട്ടുടമ പറയുന്നത്. അതോടൊപ്പം തന്നെ ലോറി ഡ്രൈവർക്ക് നേരിയ പരിക്കുകളും വരുന്നുണ്ട്. പരിക്ക് ഗുരുതരമല്ല. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ മുൻ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. ദിബു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിലാണ് മുൻ മദ്രസ അധ്യാപകൻ യാസിൻ അറാഫത്തിനെ പിടികൂടിയത്. ദിബുവിനെ ആക്രമിച്ച ജനക്കൂട്ടത്തെ നയിച്ചതും മൃതദേഹം കത്തിച്ചതും യാസിൻ അറാഫത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. വിവരങ്ങൾ എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ കഴിഞ്ഞ ഒരാഴ്ചത്തെ സംഭവങ്ങൾ നമ്മൾ